ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ ഹല്ലേലൂയ കേട്ടത് ഹല്ലേലൂയ. നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? നമ്മൾ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പം നമുക്ക് വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്താ വാഗ്ദത്തങ്ങൾ? ഹല്ലേലൂയ ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളതല്ല. ഹല്ലേലൂയ എന്താണെന്ന് വാഗ്ദത്തത്തെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ടൊന്ന് പഠിക്കാം. ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹല്ലേലൂയ നമ്മൾ നമ്മളെ തന്നെ ഹല്ലേലൂയ ഓരോ ദിവസവും ശുദ്ധീകരിക്കും, രൂപാന്തരപ്പെടണം, മഹത്വത്തിലേക്ക് പ്രവേശിക്കണം എന്നൊക്കെ പറയുന്നത് ഹല്ലേലൂയ 2 കൊരിന്ത്യർ 3:18 വാക്യം. നമ്മൾ പ്രാവശ്യം ചിന്തിച്ചിട്ട് വാക്യമാണെങ്കിലും 2 കൊരിന്ത്യർ 3:18. എന്നാൽ മൂടുപട നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നത് നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു അതേ പ്രതിമയെ രൂപാന്തരപ്പെടുന്നത്. ഹല്ലേലൂയ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവിന്റെ പ്രതിമയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്ന കാരണം അത് തേജസ്സിന്മേൽ തേജസ് മരിച്ച് കർത്താവിന്റെ വരവെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ് പ്രതിമ. പക്ഷേ ഇത് കർത്താവിന്റെ വരവെങ്കിൽ സംഭവിക്കണമെങ്കിൽ അതിന്റെ അവസാനം പറയുന്ന പോലെ അപ്പൊ അതേ പ്രതിമ രൂപാന്തരപ്പെടും. അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ അയക്കുമ്പോൾ നമുക്ക് രൂപാന്തരം ആവശ്യമുണ്ട്, അല്ലെ? ഒരു വിശുദ്ധീകരണം ആവശ്യമുണ്ട്. രൂപാന്തരം പ്രാപിക്കണ വിശുദ്ധീകരണം ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ അങ്ങ് രൂപാന്തരപ്പെട്ട് പോകുന്നവരും വിചാരിക്കേണ്ട. പക്ഷെ നമ്മൾ ഭൂമിയിലേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം വിശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ ഓരോ വിശുദ്ധീകരണം ഇല്ലാതെ രൂപാന്തരപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ പലരുടെയും വിചാരം ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാല് കർത്താവിന്റെ വരവ് കാഹള ശബ്ദം കേട്ട ഉടനെ രൂപാന്തരപ്പെട്ട് പോകുന്നത്. പക്ഷെ രൂപാന്തരപ്പെടണമെങ്കിൽ അതിന്റെ പിന്നിൽ കിടക്കുന്നത് ഓരോ ദിവസവും നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. കർത്താവിന്റെ എന്നാൽ മൂടുപടിയാൻ നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുക നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു. അപ്പൊ നമ്മൾ ഓരോ ദിവസവും തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നത് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് വരുമ്പോൾ ഉള്ള മേൽ തേജസ് പ്രാപിക്കുക. അത് നമ്മൾ രൂപാന്തരപ്പെടുത്തും. പക്ഷെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കും കർത്താവിന്റെ ഹല്ലേലൂയ. കർത്താവ് ഇപ്പൊ തേജസ്സിലാണ് സ്വർഗത്തിൽ ഇരിക്കുന്നെങ്കിൽ നമ്മളിവിടെ ഭൂമിയിലായിരിക്കും നമ്മൾ കർത്താവിനെ പോലെ ആകണം എന്നുള്ളത് ഹല്ലേലൂയ. ഈ ഭൂമിയിൽ അത് അതിന്റെ ഒരു എന്താ പറയാ ആ ഒരു ഇമ്പോർട്ടൻസ്. അതുപോലെ തേജസ് നമ്മൾ രൂപാന്തരപ്പെടുന്ന സമയത്ത് ഹല്ലേലൂയ തേജസ് നമ്മളിലേക്ക് ദൈവത്തിന്റെ തേജസ് നമ്മളിലേക്ക് പൂർണ്ണമായി വരുന്ന സമയത്ത് നമ്മളുടെ രൂപമൊക്കെ മാറുമല്ലേ? മീൻസ് നമ്മുടെ മുഖത്തൊക്കെ ആ തേജസ്സൊക്കെ തേജസ് എന്നുള്ള പ്രത്യേകത എന്തായിരുന്നു? നമ്മുടെ എന്താ പറയാ ആദം ഹവ്വായും തേജസ്സിലായിരുന്ന സമയത്ത് എന്താ അവർ നഗ്നരാണെന്ന് അവർ അറിഞ്ഞില്ല. അവരുടെ ശരീരത്തിന്റെ ഒന്നും നഗ്നതയൊന്നും വെളിപ്പെട്ടില്ല. ഹാലയില് കാരണം ആ തേജസ്സിൽ മൂടി. അപ്പൊ കർത്താവൻ ദൈവത്തെ കുറിച്ച് യെശയ്യാ പ്രവാചകനൊക്കെ പ്രവചിക്കുന്ന തേജസ് കൊണ്ട് അവിടെ സ്വർഗത്തിലെ സിംഹാസനം കൊണ്ട് ആ തേജസ് കൊണ്ട് അവിടെ മുഴുവൻ മൂടപ്പെട്ടിരിക്കാം. ആ തേജസ്സിനുള്ളിൽ നിൽക്കുമ്പോൾ മറ്റൊന്ന് നമ്മുടെ കണ്ണുകൾക്ക് മറ്റൊന്നിനേക്കും കാണാൻ കഴിയാത്ത വണ്ണം ഹല്ലേലൂയ അവിടെ ആ തേജസ്സിന്മേൽ നമ്മൾ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഭൂമിയിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പോലെ എങ്ങനെയും നടന്നു കഴിഞ്ഞാൽ അങ്ങ് തേജസ് പ്രാപിക്കാൻ രൂപാന്തരപ്പെടുക ചെയ്യത്തില്ല. നമുക്ക് ഒരു വിശുദ്ധീകരണം ഉണ്ട്. അതാ പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവിന്റെ വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കാടുന്ന നീ അഴുക്കാട്ടെ എന്നൊക്കെ പറയുന്ന പോലെ വചനം നമുക്ക് തന്നേക്കുന്നത്. നമുക്ക് വിശുദ്ധീകരണം ആവശ്യമാണ്. ഇന്ന് ആരും വിശുദ്ധീകരണത്തെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഇന്ന് വിശുദ്ധീകരണം സഭയിൽ സംസാരിക്കപ്പെടുന്നില്ല. കാരണം എന്താ വെച്ചാൽ സഭ ഇന്ന് നമ്മൾ ദൈവമക്കൾ ഇന്ന് ലോകവുമായി വളരെ ഇഴുകിച്ചേർന്നൊരു ഒരു തലത്തിൽ കിടക്കുകയാണ്. അപ്പൊ ലോകത്തെയും ദൈവരാജ്യത്തെയും തമ്മിൽ ദൈവരാജ്യത്തെയും തമ്മിൽ വേർപിടിവിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ വചനം എന്ത് ചെയ്യുന്നത്? നമ്മളെ ശരീരത്തെയും ആത്മാവിനെയും പ്രാണനെയും വേർപിടിവിക്കാൻ തുളച്ചു ചെല്ലുന്ന പറഞ്ഞ പോലെ നമ്മൾ ദൈവമക്കൾക്ക് ഒരു വേർപാടുണ്ട്. പക്ഷെ ഇന്ന് ലോകം ഹല്ലേലൂയ നമ്മളെ ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കാന്ന് പറയുന്നത് ഒരു സൈഡ് ഹല്ലേലൂയ അതിനകത്തേക്ക് നമ്മൾ അറിയാണ്ട് ഇഴുകി ചേർന്ന് പോയിക്കും. നമ്മൾ ലോകക്കാരല്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും വേണം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ദേവദാസനെ കുറിച്ച് മീൻസ് പ്രസംഗത്തെ കുറിച്ച് അങ്ങനെ നല്ല പ്രസംഗ കാര്യങ്ങളാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, അത് വിജയപാസനെങ്കിൽ ഞങ്ങൾ എന്താ സംസാരം, ചില വാക്കുകൾ നമ്മളറിയാം. ഇപ്പൊ നമ്മൾ ലോകക്കാര് പറയുന്ന പോലെ എല്ലാ വാക്കുകളും നമ്മുടെ വായിൽമേ വരരുത്, അല്ലേ? നമ്മുടെ വാക്കുകൾ സഭ്യമായ വാക്കുകളായിരിക്കണം ദൈവമക്കൾ സംസാരിക്കുന്നത്.
പ്രത്യേകിച്ച് ലോക മനുഷ്യർ അതിങ്ങനെ നോക്കും. സാറാമ്മ സിസ്റ്റർ അപ്പം അടുത്ത വീട്ടുകാർ വന്ന് അല്ലെങ്കിൽ റോഡിൽ കൂടെ ഒരാൾ നിന്ന് സാറാമ്മ സിസ്റ്റർ കണ്ടപ്പോൾ കുറെ വഴക്ക് പറയുന്ന തെറി വിളിക്കൊക്കെ സാറാമ്മ സിസ്റ്റർ അവിടെ തിരിഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്യണം? അതുപോലെ തിരിച്ചു പറയുകയാണെങ്കിൽ അവർ അയ്യോ ഇവർക്ക് നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് അല്ലേ? പക്ഷെ നമ്മുടെ വായിൽ നിന്ന് ആകാത്തതൊന്നും വരാൻ പാടില്ല. ആൾക്കാർ എത്ര പ്രകോപിപ്പിച്ചാലും ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഹാലില്ല. അതുപോലെ നമ്മുടെ സംസാരത്തിനൊക്കെ ഒരു ശൈലിയുണ്ട് ഹാലെ. കാരണം പണ്ട് ലോകക്കാരെന്നപ്പോ ഇതൊന്നും ഹാലില്ല ആരും വലുതായിട്ട് മൈൻഡ് ചെയ്തിട്ടുണ്ടായില്ല ഹാലെ. പക്ഷെ പണ്ട് എനിക്ക് ഈ പറയുന്ന ഈ ബാഡ് വേർഡ്സ് ഒന്നും ഇങ്ങനെ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കത് കേൾക്കുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ ആണ് ഹാലെ. പക്ഷെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ പലരും പറയും. പക്ഷെ നമുക്കത് എന്തോ പോലെ പറയാൻ തോന്നാൽ. പക്ഷെ ഇവിടെ ദൈവമക്കളാണെങ്കിൽ അവരുടെ വായിന്നാകാത്തൊന്നും വരും. എത്ര വഴക്കുണ്ടാകട്ടെ, എത്ര പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കട്ടെ, എന്താ പറയുക. അപ്പൊ അതുപോലെ അതുകൊണ്ട് കർത്താവ് ദൈവം പറയുന്ന കയ്പും മധുരം ഒരുമിച്ച് ഒരേ താരത്തിന് വരത്തില്ല അല്ലേ? വരുമോ? ഇല്ല. അന്യഭാഷ പറയുന്നത് വായിക്കൊണ്ട് അന്യായ ഭാഷ പറയാൻ പറ്റുമോ? പാടില്ല. ഹാലയില്ല. അങ്ങനെ പറയുന്നെങ്കിൽ അവരിൽ ഹാലയില്ല. ദൈവത്തിന് ആത്മാവില്ല. അവരുടെ ആത്മാവിന്റെ കൺട്രോളിലല്ല. ആത്മാവ് നമ്മളെ നടത്താൻ നമ്മൾ അനുവദിക്കുന്നില്ല. ആത്മാവിന്റെ നടത്തിപ്പിൽ നമ്മളല്ല എന്നുള്ളതാണ്. ഹാലില്ല. അങ്ങനെ ആകാൻ പാടില്ല. ഹാലില്ല. ഇവിടെ നമ്മൾക്ക് വിശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ ഓരോ ദിവസം വിശുദ്ധീകരിക്കപ്പെട്ടാൽ നമുക്കൊരു തേജസ് കാരണമുള്ള ഹാലയില്ല. ആ എഫെസ്യർ 4:22-24 വാക്യം നോക്കിയോ. 22-24. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമുഖങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. ആമേൻ. ഇവിടെ പറയുന്ന മുമ്പിലത്തെ നടപ്പ് പഴയ മനുഷ്യനാണ് മുമ്പിലത്തെ നടപ്പ്. ഹാലയില് അത് വഷളായിരുന്നു. അത് ചതിമോഹങ്ങളിൽ പെട്ടുപോകുമായിരുന്നു. ഹാലയില് അതിനെ നമ്മൾ ഉപേക്ഷിക്കണം. നമ്മൾ വിശേഷിക്കപ്പെട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ സ്നാനപ്പെട്ട് പൊങ്ങി വന്നപ്പോഴത്തേക്കും നമ്മൾ പുതിയ മനുഷ്യനായി മാറിയിട്ടൊന്നുമില്ല. നമ്മുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. ഹാലയില് ആത്മാവ് പുതിയതായി മാറി ഹാലയ രക്ഷിക്കപ്പെട്ടു, ഇതെല്ലാം. പക്ഷെ ശരീരം ഇപ്പോഴും പഴയത് തന്നെയാണ് അല്ലേ? അപ്പൊ അവിടെ ഈ ശരീരത്തെയാണ് എന്താ പറയാ, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്നതാണ്. പഴയ മനുഷ്യൻ എന്ന് പറയുന്ന ശരീരത്തെയാണ്. അവിടെ ഈ ശരീരം ഹാലയില്ലേ അവിടെ എന്ന് പറയുന്ന അവിടെ പറഞ്ഞ 15 പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. അപ്പൊ നമ്മൾ ഇതിനെ ഉപേക്ഷിക്കണം. ഹാലയില് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ചു. സത്യത്തിൽ ഒരു നീതി വിശുദ്ധ പുതു മനുഷ്യന്റെ. അപ്പം ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ചു. പക്ഷെ ഈ പുറമേ ഉള്ള ഈ കാണുന്ന ജഡം എന്ന ഈ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഈ ശരീരം ഹാലയിലുക ഇത് പുതുക്കം പ്രാപിച്ചിട്ടില്ല. ഇത് പുതുക്കം പ്രാപിക്കണം. പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ എന്ന് വെച്ചാല് ഈ പുതിയ മനുഷ്യന് എപ്പോ ധരിക്കണം? ഓരോ ദിവസവും നമ്മൾ ഈ ശരീരത്തെ പുതിയ മനുഷ്യനാക്കി മാറ്റിക്കൊണ്ടേയിരിക്കണം. പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഹാലയില് അത് ധരിക്കുന്നു എന്നല്ല, പക്ഷെ ധരിച്ചു കൊള്ളുവിൻ. ഇത് എന്താ എപ്പോ വരെ ചെയ്യണം? ഈ പുതു മനുഷ്യൻ നമ്മൾ ഓരോ ദിവസം നമ്മുടെ ശരീരത്തിൽ ഹാലയില് പുതു മനുഷ്യനായി മാറിക്കൊണ്ടേയിരിക്കണം. എപ്പോഴാ നമ്മൾ ഒന്നിൽ മരിക്കും വരെ, അല്ലെങ്കിൽ നമ്മള് അപ്പൊ ഇത് നമ്മുടെ ശരീരം സംബന്ധിച്ച് നമ്മുടെ ശരീരത്തെയാണ് എപ്പോഴും ഹാലയില് ചതിമോഹങ്ങളെ വഷളായി പോകുന്നത്. മനസ്സായിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നത്. പക്ഷെ ഇത് കൊണ്ടുപോയിട്ട് ശരീരം, അതുകൊണ്ട് നമ്മുടെ റോമാലേഖനത്തിൽ പറയുന്നതല്ലേ, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ശരീരത്തിലാണ് നമ്മുടെ അവയവങ്ങൾ ഓരോന്നും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമുക്ക് സമർപ്പിക്കാൻ കഴിയണം. നമ്മുടെ എല്ലാം എഫക്ട് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ശരീരത്തെയാണ് അല്ലേ? ഒരാൾ വഴക്ക് പറഞ്ഞാല് ഹൃദയത്തിലൂടെ വന്ന് മനസ്സിലൂടെ വന്ന് ഫീലിങ്സ് വന്നാൽ പിന്നെ അത് എഫക്ട് ചെയ്യുന്ന അവിടെ ബോഡി എഫക്ട്. അപ്പം ഇത് നമ്മളെ ഇത് തിരിച്ച് റിവേഴ്സ് അടിക്കുക. നമ്മുടെ മനസ്സും ശരീരവും ഹാലയിലിയ തളർന്നു അല്ലെങ്കിൽ അത് എഫക്റ്റഡ് ആയി കഴിഞ്ഞ് ഇത് ആത്മാവിനെ ബാധിക്കും. അത് നമ്മുടെ പ്രാർത്ഥനയെ കുറയ്ക്കും, നമ്മുടെ ആരാധനയെ കുറിച്ചും നമ്മുടെ വിശുദ്ധ ജീവിതത്തെ കുറയ്ക്കും, അല്ലെങ്കിൽ നമ്മുടെ വചന ധ്യാനത്തെ കുറിച്ച് ഇതൊക്കെ. അപ്പൊ അവിടെ നിന്ന് വന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് അതിനെ റിവേഴ്സ് എഫക്ട് അടിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ദിവസം അപ്പൊ നമ്മുടെ ശരീരത്തെ മനസ്സിനെ എല്ലാം അല്ലെങ്കിൽ കണ്ടോളി. ഇന്നലെ രാത്രി നമ്മൾ പ്രാർത്ഥന പരിശുദ്ധാത്മ ചോദിച്ച പോലെ നമ്മൾ പലപ്പോഴും പല എക്സ്ക്യൂസുകളാണ് നമുക്ക്. നമ്മുടെ ശരീരം ജഡം ചിലതിനേക്കാൾ നമ്മൾ സഭയിൽ ചെല്ലുമ്പോൾ തന്നെ ആണെങ്കിലും വർഷിപ്പ്
അങ്ങോട്ട് ശരിയായില്ല. ഇന്നത്തെ ആരാധന അങ്ങ് ശരിയാകുന്നുണ്ട്. ഇന്ന് ആത്മീയത അങ്ങ് ശരിയായില്ല. ഇത് പറഞ്ഞോണ്ട് കൃത്യമായിട്ടല്ല സിസ്റ്റർ ചോദിച്ചത്. ഹല്ലേലൂയ. അതുവരെ അപ്പൊ നമ്മൾ എപ്പോഴും ഇന്നലെ രാത്രി നമ്മൾ പ്രാർത്ഥിച്ചു പോയി. ഇതിന്റെ ഇടയിൽ കൊണ്ട് നമ്മൾ ആ പ്രാർത്ഥന ദൈവത്തിന് ആത്മാവ് ഇടപെട്ട. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഇന്നത്തെ വർഷിപ്പ് ഒരു സുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് സുഖം തോന്നിയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരാധന അങ്ങോട്ട് അങ്ങ് ശരിയായില്ല എന്ന് ഞാൻ ഇടയ്ക്ക് ഞാനും പറയാറുണ്ട് ഈ സംഭവം. കാരണം വെച്ചാൽ പക്ഷെ അപ്പൊ ഇന്നലെ രാത്രി ദൈവത്തിന്റെ ആത്മ എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ, ഈ വിഷയങ്ങൾ എനിക്കിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മ ചോദിച്ച ചോദ്യം, എന്താ നമ്മൾ കേട്ടോ പത്മോസിൽ പോയ യോഹന്നാണ് എന്ത് അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ട പുള്ളി കർത്തൃദിവസത്തെ ആത്മവിഷനായത്. ചുറ്റുപാടും നോക്കി പത്മോസിന്റെ അന്നത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ. ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ വിഷപ്പാമ്പുകളും ഇരുട്ട് പിടിച്ച സ്ഥലം, ഹല്ലേലൂയ, നിറയെ അസ്ഥി കൂടെ തലയോട്ടികൾ അതൊക്കെ അവിടെ ചിതറി കിടക്കുന്ന, മൂളി വട്ടമിട്ട് പറക്കുന്ന കഴുകൻ, ചുറ്റും ചീറി അടിക്കുന്ന ഹല്ലേലൂയ, എന്താ പറയാ, തിരമാലകളുടെ ശബ്ദം, കടുന്തൂക്കായ പാറക്കൂട്ടങ്ങൾ, ഇതൊക്കെയാണ് ഉള്ളത്. പക്ഷെ അവിടെ നിന്നപ്പം പുള്ളി ആത്മവിഷനായിരുന്നു നമ്മൾ കാണുന്നത്. നമ്മളോട് പറയും സഭയിൽ ഇന്നത്തെ പാട്ട് ശരിയായില്ല, ഇന്ന് വർഷിപ്പ് ശരിയായില്ല, ഇന്നത്തെ അതങ്ങോട്ട് ശരിയായില്ല, ഇതങ്ങോട്ട് ശരിയില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഒരു അന്തരീക്ഷം, ചില വീടുകളിൽ ചെന്നാലും നമ്മൾ പറയാറുണ്ട് ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സുഖം തോന്നില്ലെന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ വായിന്ന് വരാൻ. പക്ഷേ ഇവിടെ ഇതിലൊന്നും വല്ല ഹാലയില് നമ്മുടെ ആത്മീയത ഇരിക്കുന്ന, ആത്മീയ അന്തരീക്ഷം ഇരിക്കുന്ന നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. ഹാലയിലിയ നമ്മൾ മുട്ട് മടക്കുമ്പോൾ ഹാലില് സ്വർഗം തുറക്കണമെങ്കിൽ നമ്മൾ ദൈവമായിട്ട് അത്ര ബന്ധമുള്ളവരായിരിക്കുമ്പോഴായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഹാലയില് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഹാലയില് നമ്മൾ ആ ക്രിസ്തു പ്രതിമ പോലെ നമ്മൾ ആയിത്തീരണമെങ്കിൽ നമ്മൾ ഹല്ലേലൂയ, എന്താ പറയാ, വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രൂപാന്തരം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ വിശുദ്ധീകരണമില്ലാതെ രൂപാന്തരമില്ല. ഇന്ന് ആ വിശുദ്ധീകരണത്തെ കുറിച്ച് ആരും അധികം പറയാത്തതിന്റെ കാര്യം, ഇന്ന് വിശുദ്ധി ഹല്ലേലൂയ എന്താ അറിയാതെ പറഞ്ഞ ലോകം ഇതിനോട്ട് ഇഴുകി ചേർന്ന് പോയിരിക്കുന്ന സഭയിലെ ഹല്ലേലൂയ. ഇന്ന് എല്ലാവരും സിനിമയ്ക്ക് പോകുന്നു, വിശ്വാസികൾ സിനിമയ്ക്ക് പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് എല്ലാവരും പാർട്ടികൾക്ക് പോകുന്നു, വിശ്വാസികൾ പാർട്ടികൾക്ക് പോകുന്നു. ഇന്ന് എല്ലാവരും ഹല്ലേലൂയ ഞാൻ നേരത്തെ ഇവിടെ നമ്മള് ഇവിടെ ഇവരുടെ ഈ നോയമ്പൊക്കെ തന്നെ നമുക്ക് ഇഫ്താർ പാർട്ടികൾ ഇഷ്ടം പോലെ. അത് നമ്മളൊക്കെ ഭയങ്കര സ്റ്റാർ ഹോട്ടലിൽ വെച്ചല്ല. അപ്പൊ പണ്ടൊക്കെ നമുക്ക് ഒത്തിരി ഇൻവിറ്റേഷൻ, അപ്പൊ നമ്മൾ പോകാറൊക്കെ ഉണ്ട്. പക്ഷേ വിശ്വാസി വന്ന ശേഷം അത് ശരിയാണോ തെറ്റാണോന്നില്ല എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു ദേവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ പോകാൻ പാടില്ല ഇതിനകത്ത്, ഇത് അവർ നടത്തുന്ന അല്ലെങ്കിൽ അവരുടേതായ ഒരു ഇതാണ്, അപ്പൊ മതപരമായ ഒരു ഇതാണ്. അപ്പൊ അത് നമ്മൾ പോയിട്ട് അതിനകത്ത് പോയി പങ്കാളി ആകരുത് പറയും. അന്ന് തുടങ്ങി ഞാൻ ഇതിന് പോയിട്ടില്ല. പക്ഷേ ഞാൻ കാണാറുണ്ട് പറഞ്ഞ ദൈവദാസന്മാരും അതിനൊക്കെ പോയിരുന്നൊരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ കാണാറുണ്ട്. ഈ ഇടയ്ക്ക് പത്രം നമ്മുടെ നാട്ടിൽ നടന്ന വലിയൊരു ന്യൂസ് ആയിരുന്നു. BJP-ക്കാർ നടത്തിയ അവര് നടത്തിയ സ്നേഹവിരുന്നിൽ പങ്കെടുത്തിട്ട് ഇറങ്ങിയ പാസ്റ്റർമാരെ റോഡിൽ നിൽക്കുന്ന ആൾക്കാർ പലരും അവരെ വഴക്ക് പറയുന്നത്. നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങൾ മണിപ്പൂരി കണ്ടില്ലേ, അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, എന്നിട്ട് വരെ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അതും ഇത് പാർട്ടി ജാതി ഒന്നുമല്ല ഞാൻ പറയാം. പക്ഷേ ഒരാൾക്കാര് മതപരമായിട്ട് അവരുടേതായ ചടങ്ങിൽ കൂടെ നടത്തുന്ന സ്നേഹ സൽക്കാരങ്ങളിൽ നമ്മൾ പങ്കാളിയാകാൻ പാടുണ്ടോ? അല്ലല്ലോ. പരീക്ഷന്മാരുടെ മനസ്സായിട്ടല്ല ഞാൻ ചോദിക്കുന്നത് ഹാലയിലെ. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ കാണുന്ന ഇസ്രായേൽ ജനത്തിന് ഹാലയിലെ ദൈവത്തെ ശപിക്കാനായിട്ട് കൊണ്ടുവന്ന ബിലെയാമിന് ശപിക്കാൻ കഴിയാതെ എന്ന ബിലെയാം ബാരാക്കിന് ഉപദേശിച്ചു കൊടുത്തൊരു ഉപദേശം സംഖ്യാപുസ്തകത്തിലുണ്ട്. ഹാലയെ സംഖ്യാപുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിൽ അത് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അവരെ ഹാലയിലെ എന്താ പറയാ, വിഗ്രഹാർപ്പിതം തിന്നുവാനായിട്ട് ഉപദേശിച്ചു കൊടുത്ത് ബിലെയാമിന്റെ ഉപദേശത്തെ മുറുകെ പിടിക്കുന്നവർ അവിടെ ഉണ്ട്. ഹാലയിൽ അന്ന് ബിലെയാം ഉപദേശിച്ചു കൊടുത്ത് എന്താണ് അവിടെ കണ്ടില്ലെങ്കിലും നമ്മൾ കാണുന്നുണ്ട് സംഖ്യാപുസ്തകത്തിൽ. അടുത്ത അധ്യായം തുടങ്ങുന്ന ബിലെയാമിന്റെ വഴിക്ക് ബാരാക്കിന്റെ വഴിക്ക് ഒരു അധ്യായം തീരുന്നെങ്കിൽ നെക്സ്റ്റ് അധ്യായം തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, ഇസ്രായേൽ ജന ഹല്ലേലൂയ അവരുമായി കൂടിയിട്ട് അവരുമായി ചേർന്ന് പരസംഗം തുടങ്ങി വിഗ്രഹാർപ്പിതം തിന്നും അവരിലെ കൂടെ ഇടപഴകി ഹല്ലേലൂയ അവരെ പോലെ ഹല്ലേലൂയ ആ ജാതികളെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് ഇവര് ഇടകലർന്ന് അവരുടെ സ്നേഹ സൽക്കാരങ്ങളിൽ പങ്കെടുത്ത് അവരുടെ ആചാരങ്ങൾ പങ്കെടുത്ത് അവരുമായി ഇടകലർന്നപ്പോഴാണ് ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നത്. അപ്പൊ നമ്മൾ നമുക്ക് മനുഷ്യനോട് സംസാരിക്കുക, എടുക്കുക, പോവുകയോ വരികയോ ഒന്നും ചെയ്യുന്ന ആരും പറയും. പക്ഷേ അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് അതിലൊക്കെ നമ്മൾ ഭാഗവാക്കാകുന്ന സമയത്ത് ഹല്ലേലൂയ അതിന്റെ അത് നമ്മൾ അറിയാണ്ട് ഹല്ലേലൂയ ചിലതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കൂടുന്നുണ്ട്.
ആമേൻ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ട ചില കാര്യം. അപ്പൊ രൂപാന്തരം നമുക്ക് വേണമെങ്കിൽ ഹല്ലേലൂയ ഒരു വിശുദ്ധീകരണം നമുക്ക് വേണം. വിശുദ്ധീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമേൻ കുറച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ഹല്ലേലൂയ ബൈബിൾ വായിക്കുന്നുണ്ടോ സഭയിൽ പോകുന്നതുകൊണ്ടോ മാത്രം ഉണ്ടാകുന്നല്ല വിശുദ്ധീകരണം. വചനം നമ്മൾ കേൾക്കുന്ന വചനം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ ലൈഫ്. അതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു കൊടുത്താൽ നമുക്ക് വിശുദ്ധീകരണത്തിലേക്ക് നടത്താം. നമുക്ക് ഒരു മനുഷ്യൻ ഒരിക്കലും മനുഷ്യൻ വിശുദ്ധീകരണത്തിലേക്ക് നടത്താൻ പറ്റത്തില്ല. ഞാൻ നടത്തിയ അത് എന്റെ അറിവിനും പരിധിക്കും അല്ലെങ്കിൽ ഞാൻ കാണുന്നതും കേൾക്കുന്നതും അനുസരിച്ച്. പക്ഷേ നമ്മൾ വിശുദ്ധീകരണത്തിലേക്ക് നടത്താൻ ഏറ്റവും യോഗ്യനായവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവെന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു കൊടുക്കണം. പൂർണ്ണതയോട് പ്രവർത്തിക്കാൻ അനുവദിച്ചു കൊടുക്കണം. സ്വാതന്ത്ര്യത്തോട് പ്രവർത്തിക്കാൻ അനുവദിച്ചു കൊടുക്കണം. ഇറങ്ങിക്കൊണ്ടല്ല, ദുഃഖിച്ചുകൊണ്ടല്ല, പൂർണ്ണതയോടെ. പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നമ്മൾ ഏറ്റെടുക്കുക, അത് ചെയ്യുകയും ചെയ്യണം. ആത്മാവ് ചിലപ്പോൾ നേരിട്ട് നമ്മളോട് വന്ന ചെവിയിലായിരിക്കും, പക്ഷെ ഒരു വചനത്തിലൂടെ നമ്മളോട് ഇടപെടും. അവ ഒരു പ്രസംഗത്തിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളോട് ഇടപെടുമ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ ഏറ്റെടുക്കണം. അവിടെ നിങ്ങൾ ആ കേൾക്കുന്ന മനുഷ്യന്റെ ശബ്ദമായിട്ട് കേൾക്കരുത്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് മനുഷ്യന്റെ ശബ്ദമായിട്ട് ഒരിക്കലും കേൾക്കില്ല, സാക്ഷാൽ ദൈവത്തിന്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇടപെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അയ്യോ ദൈവം എന്നോട് ഇടപെട്ടിട്ട് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് സിസ്റ്റർ എന്നൊക്കെ പറയും പ്രാർത്ഥിച്ച് വീണ്ടും നമ്മൾ പോയിട്ട് അതേ വഴി തന്നെ പോകരുത്. കാരണം നമ്മൾ എപ്പോഴും നിൽക്കുന്ന ഇടത്ത് നമ്മൾ എവിടെയാ നിൽക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നിൽക്കുന്ന ഈ ലോകത്തിനകത്ത് ദൈവരാജ്യത്തിലാണ് നിൽക്കുന്നത്. ഈ ദൈവരാജ്യത്തിനൊരു പവിത്രതയുണ്ട്. ഈ ദൈവരാജ്യം ഈ ലോകത്തിന്റെ സിസ്റ്റത്തിനനുസരിച്ചല്ല പോകുന്നത്. ഈ ദൈവരാജ്യം പോകുന്നത് ഹെവൻലി ഡിസിപ്ലിൻ അനുസരിച്ചാണ് പോകുന്നത്. ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച്, ദൈവത്തിന്റെ പ്രമാണത്തിനനുസരിച്ചാണ് പോകേണ്ടത്. പക്ഷെ ഇവിടെ ഇന്ന് പലരും തിരിച്ചറിയാത്തൊരു മേഖലയാണിത്. ഞാനിത് പറയാൻ വേണ്ടി വന്നതല്ല. ഞാൻ എഴുതി വെച്ചിരുന്ന വചനം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഞാനങ്ങ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. ഹല്ലേലൂയ. നമുക്ക് അടുത്ത വചനത്തിലേക്ക് പോകാൻ പോലെ 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളാണ്. ഹല്ലേലൂയ എന്നറിയില്ല, നമ്മൾ ദൈവമക്കളാണെന്ന് ഇപ്പൊ അറിയാം. നമ്മൾ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമാക്കില്ല. നമ്മളിനി എന്താകാൻ പോകുന്നത് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ നമ്മളിപ്പം ദൈവമക്കളാണ്. ഇനി എപ്പോഴാ പ്രത്യക്ഷം വന്നേ? കർത്താവിനെ നമ്മൾ അവന് പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്. അപ്പൊ ദൈവം കർത്താവ് യേശു ക്രിസ്തു എങ്ങനെയാണ് ഇപ്പൊ സ്വർഗത്തിൽ ഇരിക്കുന്നത്, അങ്ങനെ നാം കാണുമ്പോൾ നമ്മൾ അതുപോലെയാകും. എന്നുവെച്ചാ നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന ഈ ശരീരത്തിൽ കുറച്ച് ഗ്ലോറി വരുമെന്നല്ല, കർത്താവ് എങ്ങനെയാണോ അതുപോലെ നമ്മളാകും. അതുപോലെ നമ്മൾ ആകണമെങ്കിൽ കർത്താവ് ഇപ്പോൾ സ്വർഗത്തിൽ എങ്ങനെ ഇരിക്കുന്നുവോ, സ്വർഗത്തിൽ എങ്ങനെയാണോ അതേപോലെ കർത്താവ് എങ്ങനെ ഭൂമിയിലായിരുന്നു ഇപ്പൊ എങ്ങനെയായിരുന്നു അതുപോലെ നമ്മൾ നടക്കേണ്ടതാ. കർത്താവിനെ നമ്മളിപ്പോ ദൈവരാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാകുമ്പോൾ ഈ മക്കൾക്ക് കുറച്ച് അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ, പക്ഷെ ഈ മക്കൾ എങ്ങനെ നടക്കണമെന്ന് ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവ് ഭൂമിയിൽ നമ്മുടെ ആദ്യ സഹോദരൻ വന്ന് നമുക്ക് മാതൃക കാണിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ മക്കള് ഇപ്പൊ ജെയിംസ് അങ്കിളിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ അവരെങ്ങനെ എങ്ങനെ ആയിരിക്കണം നടക്കേണ്ടുന്നത്? പേരൻസിന്റെ സ്റ്റാറ്റസിനനുസരിച്ച് നടക്കണം അല്ലേ? അല്ലാതെ നടന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ വേറെ ഏതെങ്കിലും ഒരു ചേരിയില് പിള്ളേർ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എപ്പോഴും പറയുന്നുണ്ട് നമുക്കൊരു അന്തസ്സില്ലേ, അഭിമാനമില്ലേ? നമ്മുടെ നീ എവിടെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും കാര്യം ഇപ്പം നീലക്കുട്ടിന് എവിടെങ്കിലും ചെന്നിട്ട്
ഒരു മോശമായ പിള്ളേരെ നടക്കുന്നതൊക്കെ കടന്നു കഴിഞ്ഞാൽ ആരുടെ പേരാ ചീത്തയാകുന്നത്? ആരെയാ പറയുന്നത്? ഇപ്പൊ പറയുമ്പോ ഈ ചെക്കനെന്ന് പറയുന്നത് ഇന്നയാളുടെ മുഖം നടക്കുന്ന കണ്ടില്ലേ? ഇതല്ലേ ചോദിക്കത്തുള്ളൂ അല്ലേ? എപ്പോഴും അപ്പനെ പോലെ ആയിരിക്കണം എന്നല്ലേ അപ്പന്റെ പേരിനെ അത് എഫക്ട് ചെയ്യുന്നു. മക്കൾ എങ്ങനെ നടക്കുമ്പോഴും എന്റെ മോളിപ്പോ എവിടെയും ചെന്നിട്ട് മോശമായിരുന്നത് മിനി സിസ്റ്റർ മോളല്ലല്ലോ നടക്കുന്നത് കണ്ടില്ലേ? ഇത് പറയും. കാരണം വെച്ച് കഴിഞ്ഞാല് കാരണം നമ്മൾ ഒരാള് ഹാലേലിയ നമ്മൾ എങ്ങനെയായിട്ട് അങ്ങനെ അതുപോലെ നമ്മുടെ പിതാവാം ദൈവത്തിന്റെ ഹാലേലിയ പുത്രനായിട്ട് യേശു കർത്താവ് നമ്മുടെ മൂത്ത സഹോദരനായെന്നാണ്. ആദ്യജാതൻ നമ്മുടെ മൂത്ത സഹോദരൻ. ഇതൊക്കെ പലപ്പോഴും അപ്പൊ വന്നിട്ട് ഭൂമിയിൽ വന്നിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് എങ്ങനെ നടക്കണമെന്ന് മാതൃക കാണിച്ചു തന്നല്ലേ? കാണിച്ചു തന്നെങ്കിൽ നമ്മളിപ്പം ആ സഹോദരന്മാരാണെങ്കിൽ ഹാലേലിയ ജ്യേഷ്ഠ സഹോദരൻ കാണിച്ചെന്ന പോലെ നമ്മൾ കാണിക്കണം. ഹാലേലിയ അതുപോലെ നമ്മൾ അപ്പൊ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ ഇന്നതാകുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി ഇപ്പൊ കർത്താവ് തേജസ്സിൽ ആകുമ്പോൾ ഇപ്പൊ ഇരിക്കുന്നിടത്ത് അത് നമ്മളെ ഇരുത്തുമെന്ന് നമ്മൾ ഇരുത്തിയിരിക്കുന്ന ആത്മാവെന്നുള്ളത്. പക്ഷെ നമ്മള് ഈ ശരീരത്തിലായിരിക്കും എന്തൊക്കെ ചെയ്യുന്നത് അതനുസരിച്ച് വേണ്ടി അവിടെ ചെന്നിരിക്കാൻ. ആ ഗ്ലോറിഫിക്കേഷനിലേക്ക് നമ്മൾ അല്ല കാണുമ്പോൾ അതുപോലെ നമ്മൾ കണ്ടാലേ നമ്മൾ അതുപോലെ ആകത്തു. ഒരു ദിവസം കൊണ്ട് ഹാലിൽ നമ്മളങ്ങ് പോകുന്ന നമ്മൾ ഈ വളരെ എന്താ പറയാ ഈ ശരീരത്തെ നമ്മളൊന്ന് ആലോചിച്ചു. ഇത് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല എക്സസൈസ് ഒക്കെ കൊടുത്ത് നല്ല ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല എന്താ പറയാ നല്ല ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന സാധനം മണ്ണാണ് നമ്മൾ ചിന്തിക്കാറുണ്ട് എപ്പോഴെങ്കിലും. നമ്മുടെ വീട്ടിൽ മൺചട്ടി ആരെങ്കിലും നല്ല ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഇട്ട് കൊണ്ട് നടക്കാറുണ്ട്? ഇല്ല. കാരണം അത് മൺചട്ടിയാണെന്ന് പറയും. പക്ഷെ ഇതും അത് തന്നെയാണ് കേട്ടോ. ഇതും മണ്ണ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയത് മണ്ണായി തന്നെ പോകുന്നു. ഇതിനാണ് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് അകത്തെ മനുഷ്യനെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഈ പുറത്തെ മനുഷ്യന്റെ ഫീലിങ്സിനനുസരിച്ചും പുറത്തെ മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ചും ഈ പുറത്തെ മനുഷ്യനെ മോടി പിടിപ്പിച്ച് നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത് വെറും മണ്ണാണെന്ന്. ഈ മണ്ണിനെയാണ് എത്രത്തോളം പൊതിഞ്ഞ് പിടിച്ച് ഹാലയിൽ നമ്മൾ ഭയങ്കര നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്തുകൊണ്ട്. പക്ഷെ ഇത് നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിന്റെ സ്വഭാവം മാറിയിരിക്കും. ഇത് ശരിക്കും എന്തായി മാറി അതിലേക്കുള്ള മാറ്റത്തിലേക്ക് ഇത് ശരിക്കും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ എത്ര വലിയ ഹാലയിലെ ആളാന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇത് മണ്ണിനോട് അലിഞ്ഞു ചേരും. വലിയ വിഐപിയുടെ അല്ലെങ്കിൽ വലിയ ഒരാളുടെ ആണ് അല്ലെങ്കിൽ വലിയ മാർപ്പാപ്പയുടെ ആണെന്നോ അല്ലെങ്കിൽ മറ്റാരുടെ ആണെന്ന് പറഞ്ഞ ശരീരമാണെങ്കിൽ ആ ശരീരം ഒന്നും അഴുകാതിരിക്കത്തില്ല. ഇത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത് തന്നെ മണ്ണായി തന്നെ മാറും പക്ഷെ ഇതിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സമയത്താണ് നമ്മൾ അകത്തെ മനുഷ്യൻ എന്നും നിലനിൽക്കുന്ന നിത്യതയിലേക്ക് പോകേണ്ട ഗ്ലോറിഫൈ ചെയ്യേണ്ട ഹാലയില് രൂപാന്തരപ്പെട്ട നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മൾ വില കൽപ്പിക്കാതെ എന്നുവെച്ചാൽ അതാണ് നിലനിൽക്കുന്നത്, അതാണ് എന്നും ഉള്ളത് അതിനെ വില കൽപ്പിക്കാതെ ഈ അഴുകിപ്പോകുന്ന അല്ലെങ്കിൽ ദ്രവിച്ചു പോകുന്ന ഈ സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അകത്തെ മനുഷ്യന് പലപ്പോഴും കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് മനസ്സിൽ നോക്കിയിട്ട് പറഞ്ഞു ഇത് വെറും മണ്ണാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അകത്തെ മൺമയമായ ശരീരത്തിന് വേണ്ടി വിൺമയമായ ശരീരത്തെ അശുദ്ധമാക്കാൻ പാടില്ല. ഹല്ലേലൂയ. ആ വിൺമയൻ മാത്രമേ സ്വർഗീയന്റെ പ്രതിമ നമ്മൾ ധരിക്കണമെങ്കിൽ ഈ പുറത്തിലല്ല ധരിക്കുന്നത്, അകത്തെ മനുഷ്യനല്ല ധരിക്കുന്നത്. ഹാലേലിയ. അവിടെയാണ് അതാണ് രൂപാന്തരപ്പെടുന്നത്. അതിനെ നമ്മൾ ഹാലേലിയ. അതുകൊണ്ട് ഈ ശരീരത്തെ ഇച്ചിരിയൊക്കെ വേദനിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ രൂപാന്തരത്തിലേക്ക് നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം ഉണ്ടാകണം. ഹാലേലിയ. ഈ ശരീരത്തിന് ഈ ജഡം മണ്ണായിരിക്കുന്ന ശരീരം പലപ്പോഴും നമ്മൾ മണ്ണിലേക്ക് തന്നെ വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മണ്ണിനുള്ളവരല്ല എന്ന് ഹാലേലിയ നമ്മൾ അതിനെ ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ ഹാലേലിയ സ്വർഗീയന്റെ പ്രതിമ ധരിക്കാനായിട്ട് നമ്മൾ പാകപ്പെട്ട് വരേണ്ട ആവശ്യമുണ്ട്. ഹാലേലിയ. അപ്പം ഇവിടെ നമ്മള് ആമേൻ, സ്തോത്രം. ഹാലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിൽ 21 വാക്യം വായിക്കാം സിസ്റ്റർ. ഫിലിപ്പിയർ 3:21. തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ
തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആമേൻ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയും തന്റെ വ്യാപാര ശക്തി കൊണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരം, ഞാൻ പറഞ്ഞില്ല, ഈ ശരീരം ഭൂമിയിലേക്ക് മണ്ണിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ നമ്മളെ ശ്രമിക്കുന്നത്. താഴ്ചയുള്ള ശരീരത്തെ എന്താ പറയാ, അവന്റെ വ്യാപാര ശക്തി ഉണ്ട് എന്ന് വെച്ചാൽ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയും തന്റെ വ്യാപാര ശക്തി, അതായത് പരിശുദ്ധാത്മ ശക്തി കൊണ്ട്. ഹല്ലേലൂയ. ഈ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തെ അനുരൂപമായ രൂപം. അപ്പം തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നത് ഒരേ ഒരു കാര്യത്തിന് പറ്റത്തുള്ളൂ. എന്താന്ന് വെച്ചാ തന്റെ വ്യാപാര ശക്തി, പരിശുദ്ധാത്മ ശക്തി കൊണ്ടാണ്. അല്ലെ, ഇല്ലെങ്കിൽ ഈ ശരീരം നമ്മളെ താഴ്ചയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പം ഈ താഴ്ചയുള്ള ശരീരത്തെ ആ പരിശുദ്ധാത്മ ശക്തി കൊണ്ടാണ് നമ്മളെ മഹത്വമുള്ള ശരീരമായി രൂപാന്തരപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അപ്പൊ ആ പരിശുദ്ധാത്മ എപ്പോഴും ശ്രമിക്കുന്ന ഈ താഴ്ചയുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തി അത് മഹത്വത്തിലേക്ക് കൊണ്ടുപോകാൻ. അപ്പം പരിശുദ്ധാത്മാനെ നമ്മളിലേക്ക് പ്രവർത്തിക്കാനായിട്ട് അനുവദിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ, പരിശുദ്ധാത്മാവ് പറയും നമ്മൾ കേട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ ഈ താഴ്ചയുള്ള ശരീരം താഴ്ചയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതൊരിക്കലും മഹത്വത്തിലേക്ക് നടത്താനായിട്ട് സാധിക്കുകയില്ല. മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമ്മളെ മഹത്വത്തിലേക്ക് നമ്മളെ നടത്താനായിട്ട് അതുകൊണ്ട് ആ വീണ്ടെടുപ്പിനായി നമ്മളെ പരിശുദ്ധാത്മാനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ വീണ്ടെടുക്കണമെങ്കിൽ, കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ ഹല്ലേലൂയ കാഹള ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഉയർന്നു പൊങ്ങണം. നമ്മളെ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കണം. പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളത്ത് സ്ഥിരമായ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്ന ആത്മാവ് എപ്പോഴും നമ്മളെ വിട്ടുപിരിഞ്ഞ് മാറാതെ നമ്മുടെ കൂടെ ഇരിക്കുന്ന വെച്ചാൽ നമ്മളെ സകല സത്യത്തിലും വഴി നടത്താനായിട്ട്. ഈ സകല സത്യത്തിലും വഴി നടത്തി എന്തിനാന്ന് വെച്ചാൽ നമ്മൾ രൂപാന്തരം പ്രാപിക്കണം, ഇവിടുന്ന് കൊണ്ടുപോകണം. നമ്മളെ കർത്താവ് വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിന് ആത്മാവിന്റെ ഉത്തരവാദിത്ത റെസ്പോൺസിബിലിറ്റി ആയിട്ട് ആത്മാവ് ഏറ്റെടുത്ത പ്രോജക്റ്റാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഈ പല പ്രോജക്റ്റ് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോകുന്ന, ഇടയ്ക്ക് വെച്ച് ഫെയിലർ ആയിപ്പോ, ഇടയ്ക്ക് നിർത്തിപ്പോകുന്ന പോലെ നിർത്തിപ്പോകാനുള്ള പ്രോജക്റ്റുകളല്ല നമ്മൾ ഓരോരുത്തർ. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. ആത്മാവിന് ദൈവത്തിന് ആത്മാവ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ആത്മാവ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ഇടിച്ചു കയറി വലിഞ്ഞു കയറി ഒന്നും ചെയ്യത്തില്ല. നമ്മൾ അനുവദിച്ചു കൊടുത്താൽ മാത്രമേ ചെയ്ത്, നമ്മളെ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ ആ കാര്യങ്ങൾ ഏറ്റെടുക്കത്തുള്ളൂ. നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ കൂടെ നിന്ന് പറഞ്ഞു തരും, പക്ഷേ നമ്മൾ അതനുസരിക്കുന്നില്ല. പിന്നീട് അമ്മ ശബ്ദിക്കാതെ മൗനമായി ഇരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. ആത്മാവിനാൽ നമ്മൾ ആത്മാവാണ് നമ്മളെ നടത്തുക. ആത്മാവിനാലാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്. നമുക്കൊരു വീണ്ടെടുപ്പ് ഉണ്ടാകണമെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതുകൊണ്ട് മാത്രം നമ്മൾ വീണ്ടെടുക്കപ്പെടത്തില്ല. നമ്മൾ ഓരോ ദിവസവും സംഭവിക്കേണ്ട വിശുദ്ധീകരണം സംഭവിക്കണം. ഈ വിശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നടത്താനായിട്ട് മനുഷ്യനല്ല നടക്കുന്നത്. ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിലും മാത്രമേ നടക്കത്തുള്ളൂ. ആ പരിശുദ്ധാത്മാവിനും വചനമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളെല്ലാവരും കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്ഥിരമായി നമ്മുടെ ഉള്ളിലാക്കി തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിനെ അനുസരിക്കുക. ആത്മാവിനെ നടത്തിപ്പിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.